എൻ്റെ പൊന്നോ പൊളി. അയ്യോ ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നമ്മുടെ തൊടുപുഴയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ തൊടുപുഴയിലെ കുറേ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? കണ്ടോ? പുറകിലോട്ട് കാണുമ്പോൾ അറിയാം മുഴുവൻ മലകളുമൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലങ്ങളാണ്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ട് നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കല്ലുമേൽ കല്ലെന്ന് പറയുന്ന ഒരു പാറയുടെ ഒരു സംഭവമാണ്. ഒരു പാറയുടെ മുകളിൽ വേറൊരു പാറ ഇരിക്കുന്ന ആ ഒരു സംഭവമാണ്. അപ്പം ഇന്ന് കല്ലുമേൽ കല്ലിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് മനു നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് നാളായിട്ട് നമ്മുടെ കൂട്ടത്തിൽ മനു ഉണ്ട്. അപ്പം മനുവിനെയും കൂട്ടിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നേരെ നമുക്ക് കല്ലുമേക്കല്ല് കാണാം. കണ്ട കല്ലുമേക്കല്ല്, ഇതാണ് കല്ലുമേക്കല്ല്. ഇതിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കല്ലുമേൽക്കല്ല് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോഴത്തേന് ഇവിടെ ഒരു ബോർഡ് കണ്ടു, ഇഞ്ചവരക്കുത്ത്. അവിടെയും കൂടെ സമയം കിട്ടുവാണെങ്കിൽ പോകണമെന്നുണ്ട്. നോക്കട്ടെ. ആദ്യം നമുക്ക് കല്ലുമേൽക്കല്ലാണ് നമുക്കിപ്പം നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത്. കല്ലുമേൽക്കൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ഇതുപോലെ മേളിലോട്ടൊരു വഴിയുണ്ട്. അതുവഴി നേരെ മേളിലോട്ട് കയറാം. ഇതുപോലുള്ള വഴികളാണ് കേട്ടോ താഴോട്ട്. അധികം ആരും വരാത്തതുകൊണ്ടായിരിക്കണം ഇവിടെ കാടൊന്നും വലുതായിട്ടൊന്നും തെളിഞ്ഞ് കിടപ്പില്ല. എങ്കിലും നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ തൊടുപുഴ. തൊടുപുഴയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അടുത്തുള്ളൊരു സ്ഥലമാണ് ഈ കല്ലുമേൽക്കല്ലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാനുള്ള ദൂരം പറയുന്നത് കേട്ടോ. നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു സംഭവം കേട്ടോ. നമ്മുടെ കല്ലുമേക്കല്ല് പൊളിയല്ലേ? എൻ്റെ പൊന്നോ, അവിടുന്ന് നമ്മുടെ താഴോട്ട് നോക്കുമ്പം കാണുന്ന വ്യൂ ഉണ്ടോ? അത് ഒരിക്കലും ഒന്നും പറയാനില്ല. നമ്മുടെ മീനൊളിയമ്പാറയുടെ വീഡിയോ കാണാത്തവരൊക്കെ മീനൊളിയമ്പാറയുടെ വീഡിയോ പോയി കാണണം കേട്ടോ. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മീനൊളിയമ്പാറയുടെ ഏതോ ഒരു സൈഡ് തന്നെയാണെന്ന് തോന്നി. ഇതും ഈ തൊടുപുഴയോട് ചുറ്റും കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ധാരാളം തൊടുപുഴ എന്നുള്ള വീഡിയോ, നല്ല കിടുക്കാച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണാത്തവരെല്ലാം പോയി നമ്മുടെ വീഡിയോകൾ കാണണം കേട്ടോ. എന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല വ്യൂ പോയിൻറ്റുകളും ഇതുപോലുള്ള നല്ല നല്ല വ്യത്യസ്തമായ വീഡിയോകളും നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്കും ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല അന്യായം സ്ഥലമാണ്. കണ്ടോ പാറ? കണ്ട മക്കളെ, ഒരു രക്ഷയില്ലാത്ത പാറയാണ് ഇത്. കണ്ട, അതും തെന്നി വീഴാറായി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള പോലെ നമ്മുടെ ബോണ്ടാപ്പാറ ഇരിക്കുന്ന പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും താഴോട്ട് നിരങ്ങി പോകാവുന്ന രീതിയിൽ ഇരിക്കുക. ഇതൊക്കെയാണ് വ്യത്യസ്തമായ സാധനങ്ങൾ. ഒരു രക്ഷയില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. നല്ല കിടുക്ക് സ്ഥലമുണ്ട്. വാ കാണിച്ചു തരാം. ഇതെൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല മക്കളെ. ഇത് കണ്ട, ഇതിനാണ് ഈ കല്ലുമേക്കല്ലെന്ന് പറയുന്നത് കേട്ടോ. ഓരോ കല്ലിൻ്റെ മേളിലാണ് ഈ കല്ലെല്ലാം ഇരിക്കുന്നത്. ഇതിനാണ് ഈ കല്ലുമേക്കല്ലെന്ന് പറയുന്നത്. ഇത് കണ്ട, എല്ലാം ഓരോ കല്ല് പൊട്ടിച്ച് നമ്മൾ അടുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കുകയാണ് സംഭവം. ഇത് കണ്ട, താഴോട്ട് ഭയങ്കര ഒരു ആളാണ്. ഇടയ്ക്ക് ഞാൻ ഈ നിൽക്കുന്ന സംഭവം ഒരു കല്ലാണ്. ഇത് കണ്ട, ഒരു കല്ലുമായിട്ട് ചേർന്ന് ഗ്യാപ്പിട്ട് കിടക്കുകയാണ് സംഭവം. ഒരു വ്യത്യസ്തം. അതിൻ്റെ ഏറ്റവും മേളിൽ ടോപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ആ വലിയ കല്ല്. കണ്ട, ഇതാണ് നമ്മുടെ കല്ലുമേക്കല്ല്. കല്ലുമേക്കല്ലിലേക്ക് ഞാൻ പോകുകയാണ് മക്കളെ. രക്ഷയില്ല. അന്യായം അന്യായം. ഓ, രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലാത്ത സ്ഥലമാണ്. പൊളി. ഓ, എൻ്റെ പൊന്നോ, എന്നെ കിടുവാടാ. കിടു സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. മനു പൊളി. പാറ വല്ലതും അടന്നു പോവും. മാറ്റം കിട്ടാലോ.
എൻ്റെ പൊന്നോ പൊളി. അയ്യോ നിന്നിട്ട് തല ഇറങ്ങും, മേളിലോട്ട് നോക്കിയിട്ട് തല ഇറങ്ങുന്നു. ഇല്ല ഇല്ല പോകത്തില്ല, ഒരു രക്ഷയില്ല കേട്ടോ. അന്യം വ്യൂ എന്ന് പറയാൻ അന്യം വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇത് കണ്ട മക്കളെ, നമ്മളെ പാറയൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ട അന്യം. നമ്മുടെ പാറയൊക്കെ കണ്ടു നമ്മൾ താഴത്തിറങ്ങും കേട്ടോ. രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. കിടുവല്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ തെന്നിച്ച് വിടുന്ന സാധനമാണ്. റിസ്ക് എടുക്കണ്ട, റിസ്ക് എടുത്താലേ റിസ്ക് തിന്നാൻ പറ്റത്തുള്ളൂ. അതുവഴി വാ, അതുവഴി ചാടുമൊന്നും വേണ്ട, നിങ്ങൾ അതിൽ വന്നാൽ മതി. എനിക്കും അവിടെ നിന്നപ്പോൾ ചാടാൻ പറ്റുമെന്ന് തോന്നിയായിരുന്നു, പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. ഒരു പാറ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ പാറയുടെ സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാൻ ഇവിടെ വല്ലതും ഉണ്ടോ. ആ ഇവിടെയും അന്യം പാറയൊക്കെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അന്യായം എണ്ണ, അന്യായം അന്യായം കല്ല്. എങ്ങനെ അന്യായം എണ്ണ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കല്ലുമേൽക്കല്ല് കാണാൻ വേണ്ടി വരണം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും വരുവാണെങ്കിൽ വീണ്ടും പറയുന്നു, നടക്കാൻ കഴിവുള്ളവർ മാത്രം വന്നാൽ മതി. ഓക്കെ. ആ മലയുടെ ചുറ്റിനുമാണ് തോന്നുന്നു ആ ആറ് പോകുന്നത് അല്ലേ? വളഞ്ഞിങ്ങനെ മീനൊളിയാൻ പാറയുടെ ചില ഭാഗമായിരിക്കും അതൊക്കെ. ആ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആയിരിക്കും. അതാ സംഭവം. അതെ അതെ അതെ. ആ ഏറ്റവും വലിയ മല ഇതല്ലേ ഇവിടെ കാണുന്നതിൽ? അല്ല, ആ കാണുന്നതാണ് ഏറ്റവും വലിയ മല കേട്ടോ. ഈ മല, ഈ മലയുടെ ഈ മേളിൽ കണ്ടോ, ഈ മലയുടെ ഈ മേളിലിരിക്കുന്നതാണ് കണ്ടോ. ഈ മലയെ നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ തട്ടണം. ഈ മലയുടെ തുമ്പത്ത് ഇങ്ങനെ കൈ കൊണ്ട് തൊടണം, എന്നിട്ട് ഇങ്ങനെ തട്ടണം. പിന്നെ ഇങ്ങനെ പതിയെ ആ മലയുടെ മണ്ടയിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ കൈ ഇട്ട് ഇങ്ങനെ വാരി ഇങ്ങനെ എടുക്കണം മണ്ണ്. ബ്രേക്കിംഗ് ടൈമാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, നമ്മളവിടെ കടയിൽ നിന്ന് കുറച്ച് പത്തിരിയൊക്കെ മേടിച്ചായിരുന്നു. പത്തിരിയൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇത് കണ്ട എൻ്റെ മോനെ, അന്യായമാണ് അന്യായം. പൊളിയൊക്കെ കണ്ട കിടുവല്ലേ. നമ്മുടെ പത്തിരി കഴിക്കാൻ പോകട്ടോ. പത്തിരി ഒരു രക്ഷയില്ലാത്ത പത്തിരി കേട്ടോ. നമ്മുടെ നാട്ടിലും പത്തിരി കിട്ടും, ഇതിൻ്റെ കുറച്ച് മാത്രമാണതുള്ളൂ ചെറിയ പത്തിരി. ഇവിടെയൊക്കെ നല്ല വലിയ പത്തിരി കിട്ടും കേട്ടോ. ആ ഒരു കാറ്റും ആ ഒരു തണുപ്പും അല്ലേ, പൊളിയല്ലേ. ഇതുപോലെയുള്ള പോയിന്റിലൊക്കെ പോകുമ്പോഴത്തേന് വെള്ളവും കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിലെടുത്തോണം. കാരണം ആ കയറ്റമൊക്കെ കയറി കഴിയുമ്പോഴത്തേന് തന്നെ വിശക്കും. വിശക്കാത്തവർക്കും കൂടെ വിശക്കും കേട്ടോ. നല്ല കാറ്റല്ലേ, നല്ല കാറ്റ്, നല്ല വ്യൂ. ഇത്രയും ശുദ്ധവായു കിട്ടുന്ന സ്ഥലം ഇവിടെയും കാണത്തില്ല. വെള്ളത്തിന്റെ ഒരു കാറ്റും കാടിന്റെ ഒരു ഭീകരത. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും കേട്ടോ. അമ്മാതിരി കാറ്റാ, ഒരു രക്ഷയില്ല. അന്യ വ്യൂ ആണ്. നമ്മളെ തൊടുപുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാട്ടോ. നമ്മൾ തൊടുപുഴ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. തൊടുപുഴയെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഈ തൊടുപുഴയിൽ ഇത്രയും നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു.
ഇത്രയും കാലം നമ്മൾ വാഗമണ്ണും കുട്ടിക്കാനും ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ കേട്ടോ. കുറേ നടക്കാനും ഒക്കെ ആയിട്ട് വനത്തിൽ കൂടെ നടക്കാനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ കല്ലുമേൽക്കല്ലെന്ന് പറയുന്നത് റോഡിൽ നിന്നൊരു 1/2 കിലോമീറ്റർക്കുള്ളില്ല. ആ ഒരു ചെറിയൊരു തൊണ്ട് പോലുണ്ട്. ആ തൊണ്ട് വഴി മേളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു നല്ലൊരു പോയിൻ്റാണ്. പിന്നെ നടക്കാൻ കഴിവുള്ളവർ മാത്രം വരിക, നമ്മളങ്ങനെ പറയത്തുള്ളൂ. കാരണം ഒരു കുറച്ച് നടന്നിട്ട് കിതപ്പൊക്കെ ഉള്ളവരൊക്കെ വന്നിട്ട് കാര്യമില്ല. കാരണം അല്ലേ മനു? ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു അഡ്വഞ്ചറസ് സ്പോട്ടാണ്. ഒത്തിരി ആൾക്കാർ വരുന്ന വഴിയല്ല. കാരണം നമ്മൾ വന്ന് വരുമ്പോൾ വഴി അങ്ങനെ തെളിഞ്ഞൊന്നും കിടപ്പില്ല. പുല്ല് വകഞ്ഞു മാറ്റി വഴി ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റൊക്കെ ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പം യൂട്യൂബേഴ്സൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല വീഡിയോകളും കണ്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ വരുന്നത്. അല്ല, അറിയുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഇച്ചിരി പാടായതുകൊണ്ട് ചെറുപ്പക്കാരും അതിനോട് ഒത്തിരി താല്പര്യമുള്ളവരൊക്കെ വരുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എൻഡ് വരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആ മേലത്തെ വ്യൂവിൽ നിന്ന് കാണുന്നുണ്ട്. താഴോട്ടിറങ്ങി വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ധാരാളം ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഡെവലപ്പ് ആവും കേട്ടോ. കാരണം അത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഇവിടെ ഈ പാറ മാത്രമല്ല ആ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഈ താഴോട്ടൊക്കെ കാണുന്ന സംഭവങ്ങൾ, ഇത് ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങൾ. അത് കണ്ടോ അവിടെ നേരെ അങ്ങോട്ടൊരു അരുവിയും. എനിക്കൊന്ന് ഒരു നല്ല മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അരുവിയിൽ കൂടെ വെള്ളം ഒക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇതിലും ഭംഗിയായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ. ഇപ്പോഴും നല്ല ഭംഗി തന്നെ, ഭംഗിക്കൊന്നും കുറവൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം എനിക്കൊന്ന് കുറച്ച് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തോ വരുന്നതായിരിക്കും ഇവിടെ നല്ലത് അല്ലേ? ഇവിടെ അങ്ങനെയുള്ള സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ലൊരു കോടയൊക്കെ കിട്ടും. അതുപോലെ തന്നെ വൈകിട്ടാണേലും ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വരിക. ഓക്കെ. അന്യ സാധനം പറഞ്ഞാൽ അന്യ സാധനം, ഒന്നും പറയാനില്ല. ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറയരുത്. ഇതൊക്കെ കാണുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ നല്ല അടിപൊളി കമൻറ്റും ഒക്കെ വിടണം കേട്ടോ. നല്ല കമൻറ്റും അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം അങ്ങ് ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരെല്ലാം ഫോളോ ചെയ്യുക. ഇതുവരെയായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യുക. നല്ല അടിപൊളി ഫോട്ടോസുകളും അപ്ഡേറ്റ്സുകളും നമ്മൾ അതിലിടുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഈ പറയുന്ന ആ പാറയുടെ മണ്ടലോട്ട് ചാടിയാലോ? ചാടണ്ട. റിസ്ക് എടുക്കണ്ട.